കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ എങ്ങനെ നമുക്കൊരു റിസർച്ച് ചെയ്ത് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് കണ്ടെത്താം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ആക്ച്വലി NIRF എന്ന് പറയുന്ന ഒരു റാങ്കിങ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മളെ കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്ക് അകത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് പോർട്ടലാണ് ആക്ച്വലി ഞാൻ പരിചയപ്പെടുത്താൻ വന്നതാണ്, കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അഡ്മിഷൻ കയറാൻ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരു പോർട്ടൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. കാര്യം ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന കോളേജസിനെ ഒരു റാങ്ക് ചെയ്ത് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഷീറ്റ് കൂടി നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് തരംതിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അതൊരു ടീച്ചിങ്ങിൻ്റെ ആസ്പെക്റ്റിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് റിസോഴ്സ് അതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നോളജ് ഡിസമിനേഷൻ ആൻഡ് റിസർച്ച് എക്സലൻസ് എന്ന് പറഞ്ഞത്, അതായത് എത്രത്തോളം നല്ല കാര്യങ്ങൾ അവർ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സിലബസുകളുടെ കാര്യങ്ങളൊക്കെ പറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഔട്ട്കം, എത്രത്തോളം കുട്ടികൾ ഗ്രാജുവേറ്റ് ആയിട്ട് അവിടെ ആക്ച്വലി കോളേജസിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്, ആ ഒരു തരത്തിലൊക്കെയാണ് എൻ്റെ ഒരു റാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊക്കെയാണ് എൻ്റെ ഒരു തരംതിരിക്കൽ എന്ന് പറയുന്നത്. ആൻഡ് ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പോർട്ടലിലോട്ടായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ പറയാൻ പറ്റിയ അബൌട്ട് അത് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ റാങ്കിങ് എന്ന് പറഞ്ഞ സെഷനിൽ വരാൻ നേരത്ത് കഴിഞ്ഞ വർഷം, അതായത് ഇയർലി ഉള്ള ഒരു കോളേജിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റാങ്കിങ് സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ റാങ്കിങ് ഷീറ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഇവിടെ വരാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് യൂണിവേഴ്സിറ്റിയുടെ അടിസ്ഥാനത്തിലാകാം, കോളേജിന്റെ അടിസ്ഥാനത്തിലാകാം, എഞ്ചിനീയറിംഗ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഞ്ചിനീയറിംഗ് ഇപ്പോൾ നോക്കുകയാണ്, കാര്യം നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളിത് അയച്ചു കൊടുക്കുക. കാര്യം എല്ലാ തരത്തിലും ഇത് സ്റ്റേറ്റിൻ്റെ അകത്ത് വരുന്ന യൂണിവേഴ്സിറ്റീസിന് അല്ലെങ്കിൽ കോളേജസിന് റാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കോളേജസിലേക്ക് അല്ലെങ്കിൽ ഓപ്ഷണൽ രജിസ്ട്രേഷൻ നിങ്ങൾ വെക്കുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ ബൈ.